Good morning, all of you. Last day, we discussed about the basics of software engineering. We discussed what is the role of software engineering, why we are using software engineering during the development of a software project, then why we use the term engineering in software development, and some other basics regarding software and software development. And lastly, we also discussed about some myths and realities regarding the development of software process. Okay, today we are going to discuss some basic definitions regarding software engineering. So first of all, make a look on engineering. What is an engineering? So, as a definition, we can say that what is engineering? Engineering is an application of science, tools and methods to find cost-effective solution to problems. It is an application of science, tools and methods to find cost-effective solution to problems. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകും. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്നുള്ളതാണ്. അങ്ങനെ ഒരു രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. പല രീതിയിൽ നമുക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഇവിടെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കോസ്റ്റ് എഫക്റ്റീവ്. ഈ സെന്റൻസിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാക്കാണത് ഈ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് പല രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തില് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ബേസിക് ഐഡിയ, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ്, ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ടു ഫൈൻഡ് കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻസ്. അതായത് സയൻസിന്റെയും ടൂൾസിന്റെയും മെത്തേഡ്സിന്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു പ്രോബ്ലത്തിന് കണ്ടെത്തുക എന്നുള്ളത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്? What is the definition of software engineering? We can say that software engineering is defined as a systematic, disciplined and quantifiable approach for the development, operation and maintenance of software. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡെവലപ്പ് ചെയ്താൽ മാത്രം പോലെ പിന്നെന്ത് ചെയ്യണം? അത് ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണ് മൂന്നെണ്ണം: ഡെവലപ്മെന്റ്, ഓപ്പറേഷൻ, മെയിൻ്റനൻസ്. അപ്പോൾ ഈ ഡെവലപ്മെന്റിലും ഓപ്പറേഷൻസിലും മെയിൻ്റനൻസിലും ഫോളോ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയ, ഡിസിപ്ലിൻഡ് ആയ, ക്വാണ്ടിഫയബിൾ ആയ അപ്രോച്ച്, അതിനെയാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയ, ഡിസിപ്ലിൻഡ് ആയ, ക്വാണ്ടിഫയബിൾ ആയ സെറ്റ് ഓഫ് ടെക്നിക്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഡെഫിനേഷനായിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റ് ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്താ ക്വാണ്ടിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിഫയബിൾ എന്ന് വെച്ചാൽ കൗണ്ടബിൾ, കണക്കാക്കാവുന്ന എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറെ അപ്രോച്ച് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമുള്ളതല്ല, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഓപ്പറേഷന് വേണ്ടിയിട്ടും മെയിൻ്റനൻസിനും വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക്, ഡിസിപ്ലിൻ ആൻഡ് ക്വാണ്ടിഫയബിൾ അപ്രോച്ച്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഞ്ചിനീയറിംഗിന്റെ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതിനുശേഷം എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒരു ബേസിക് ഐഡിയ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ സിലബസിലേക്ക് നമുക്ക് കടക്കാം. സിലബസിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം പറയുന്നത് ഈ സോഫ്റ്റ്വെയറിന്റെ ബേസിക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? സ്വഭാവ സവിശേഷതകൾ. അപ്പൊ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല സ്വഭാവ സവിശേഷതകൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പലരും, ഇപ്പം നിങ്ങൾ ഒരു 50 പേര് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറ്റും. അപ്പൊ ഇതിനെല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് നമുക്ക് 3 ആക്കി നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് വൺ എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് നോട്ട് മാനുഫാക്ചേർഡ്, ഇറ്റ് ഈസ് എഞ്ചിനീയർഡ്. സെക്കൻഡ് വൺ,
Software does not wear out. Third one, software is custom built. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ടൈം സോഫ്റ്റ്വെയർ ഈസ് മാനുഫാക്ചർഡ്, സോഫ്റ്റ്വെയർ ഈസ് നോട്ട് മാനുഫാക്ചർഡ്, ഇറ്റ് ഈസ് എഞ്ചിനീയർഡ്. ഈ ടൈം നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ്വെയർ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം പോയി എന്താ ചെയ്യുന്നത്, അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. പിന്നെ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ പല പ്രോസസ്സുകളുടെ റിസൾട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല പ്രോസസ്സുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർഡ് എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. സോഫ്റ്റ്വെയർ എന്താണ്? സോഫ്റ്റ്വെയർ ഈസ് നോട്ട് മാനുഫാക്ചർഡ് ബട്ട് ഇറ്റ് ഈസ് എഞ്ചിനീയർഡ്. അതാണ് നമ്മുടെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്. അപ്പൊ വെയർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ അവസാനിക്കുക അല്ലെങ്കിൽ തീരുക എന്നുള്ളൊരു മീനിങ് ആണ് വെയർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ആ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് തീരത്തില്ല. മീൻസ് സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിനകത്ത് യൂസ് ചെയ്യുന്ന കോഡുകൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഒരു സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം കഴിഞ്ഞെന്ന് കരുതി നമുക്ക് അതിനെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വാഭാവികമായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട് എന്ന് പറഞ്ഞത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പറയാം. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് പുറത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കയ്യിലൊക്കെ എപ്പോഴും കോഡുകളുണ്ടോ, കാരണം അവരെന്ത് ചെയ്യുന്നു, ഹോട്ടൽ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത് മാറ്റി ലൈബ്രറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു തരും. അപ്പോൾ അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഡാറ്റാബേസിനകത്ത് കുറച്ച് മാറ്റങ്ങൾ, കോഡിനകത്ത് കുറച്ച് മാറ്റങ്ങൾ, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് നമുക്ക് വേറൊരു രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതായത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ അതൊരിക്കലും നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മളത് ഒരു പുതിയതായിട്ട് എഴുതേണ്ട ഒരു ആവശ്യം വരത്തില്ല. എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ ഈസ് കസ്റ്റം ബിൽഡ്. കസ്റ്റം ബിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ത്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. അതായത് നേരത്തെ ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ ചെന്ന് അവരുടെ റിക്വയർമെന്റുകളും ആവശ്യങ്ങളും പറഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാതെ സോഫ്റ്റ്വെയർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ ചെന്നിട്ട് എൻ്റെ കടയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ട് എടുത്തു തരാനായിട്ട് പറ്റുന്ന ഒരു സാധനമല്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. സോഫ്റ്റ്വെയർ ഈസ് നോട്ട് മാനുഫാക്ചർഡ് ബട്ട് ഇറ്റ് ഈസ് എഞ്ചിനീയർഡ്, ദെൻ സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്, ആൻഡ് തേർഡ് വൺ സോഫ്റ്റ്വെയർ ഈസ് കസ്റ്റം ബിൽഡ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോസസ്. ഇതാണ് നമ്മുടെ സിലബസിനകത്തെ ആദ്യത്തെ ടോപ്പിക്. സോഫ്റ്റ്വെയർ പ്രോസസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പ്രോസസ് എന്താണ് നോക്കാം. ലെറ്റ് us see what is a process. So as a definition we can say that process is a collection of activities, actions and tasks that are performed when some product is to be created. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട മൂന്ന് വാക്കുകളുണ്ട്: ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ടാസ്കുകൾ. അതായത് ഒരു വർക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ കേസിൽ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വർക്ക് പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കുറെ ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ടാസ്കുകൾ, ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണെന്ന് പ്രോസസ് എന്ന് പറയുന്നത്. പ്രോസസ് ഈസ് എ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ആൻഡ് ടാസ്ക് ദാറ്റ് ആർ പെർഫോംഡ് വെൻ സം വർക്ക് പ്രൊഡക്റ്റ് ഈസ് ടു ബി ക്രിയേറ്റഡ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വർക്ക് പ്രൊഡക്റ്റ്, സിസ്റ്റം, പ്രൊഡക്റ്റ്, സോഫ്റ്റ്വെയർ, ഇതൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും എന്ത് തന്നെയാണ്, ഒരു മീനിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ മേഡ് ചെയ്യാൻ പോകുന്ന സാധനം അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം, ഇതെല്ലാം ഏകദേശം ഒരു സെയിം മീനിങ് ആണ്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുക, പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഒരു മീനിങ് ആണ് അല്ലേ. നമ്മൾ ജാവയ്ക്കകത്ത് മെത്തേഡ് എന്ന് പറയുന്നതും CPP-ക്കകത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഏകദേശം ഒരു മീനിങ് എന്ന് പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വർക്ക് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് സംഭവം, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പ്രോബ്ലം ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സംഭവം എന്താണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എന്നുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് വരിക. പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മളൊരു വർക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, പെർഫോം ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ടാസ്കുകൾ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോസസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
സോഫ്റ്റ്വെയർ പ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ പ്രോസസ്? സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്തും ഇറ്റ് കമ്പൈൻസ് ആക്ടിവിറ്റീസ്, ടാസ്ക് ആൻഡ് ആക്ഷൻ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് ഒരു എക്സാമ്പിളാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ. കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയൊരു ടൈം ആയിരിക്കും, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ല. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ, ദെൻ അവിടുത്തെ എന്താ പറയുക ബാക്കിയുള്ള എംപ്ലോയീസ്, ദെൻ ഇതിൻ്റെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടേഴ്സ്, മീൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയുടെ ദെൻ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാവരെയും കൂടെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കോമൺ നെയിമാണെന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മീൻസ് ഈ പ്രൊഡക്റ്റുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരും, മനസ്സിലായോ? അവരെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണ്? ആക്ടിവിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നത് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റി, ടാസ്ക് ആൻഡ് ആക്ഷൻ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ. നമ്മൾ എന്തിനാ ഈ സ്റ്റേക്ക് ഹോൾഡർ ഒരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാ ഈ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ നടത്തുന്നത്? ഈ സ്റ്റേക്ക് ഹോൾഡർ കസ്റ്റമർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എന്ത് ചെയ്യുന്നേ? ഇവരുടെ റിക്വയർമെന്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി കമ്മ്യൂണിക്കേഷൻ വിത്ത് എംപ്ലോയീസ്. ഇപ്പം നമ്മൾ ഒരു കമ്പനിയിൽ ചെന്നു, നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട് നമ്മൾ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരു എംപ്ലോയി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറയുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്, അവിടെ യൂസ് ചെയ്യുന്ന കോഡുകൾ എന്താണ്, അവിടുത്തെ റിസോഴ്സുകൾ എന്താണ്, അങ്ങനെയുള്ള ഒരു ഐഡിയാസ്, മീൻസ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം എന്താണ്? അങ്ങനെയുള്ളതെല്ലാം എന്താണ്? ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ളതല്ല, അതൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ഒരു ആക്ടിവിറ്റിക്ക് ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ. ഇനി ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് യൂസ് ചെയ്യുന്ന മറ്റൊരു രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടാസ്ക്, വാട്ട് ഈസ് എ ടാസ്ക്? ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ചെയ്യുന്ന ഓരോരോ ചെറിയ യൂണിറ്റുകൾ, അല്ലേ? മോഡുലർ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? ഒരു വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഒരാൾ തന്നെ ഇരുന്നല്ല ചെയ്യുന്നത്. അതിനെ പല മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല ആൾക്കാർക്കും കൊടുക്കും. പല ആൾക്കാർക്കും കൊടുത്തിട്ട് എന്ത് ചെയ്യും? അത് അവരവിടെ വെച്ചിട്ട് ചെയ്ത് അവരുടെ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് കറക്റ്റ് ആക്കി തിരിച്ച് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അതിനെ ഒരുമിച്ച് റൺ ചെയ്യുമ്പോഴാണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നത്. നമ്മൾ പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കിന്റെ ഡെഫിനേഷൻ ഒക്കെ നോക്കി, എ ടാസ്ക് ഫോക്കസ് ഓൺ എ സ്മോൾ ബട്ട് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ദാറ്റ് പ്രൊഡ്യൂസ് എ ടാഞ്ചിബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മോൾ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം. ഒരു മൊഡ്യൂൾ ആണെങ്കിൽ ആ മൊഡ്യൂൾ മാത്രം ടെസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടാസ്ക് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. അടുത്താണ് എന്ത്? ആക്ഷൻ. അപ്പൊ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ടാസ്ക്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ യൂണിറ്റ് ആണ്. ദെൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ടാസ്കുകളുടെ ഒരു കൂട്ടം. ഈ ടാസ്കുകളുടെ കൂട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ആക്ഷൻ എന്ന് വിളിക്കും. ഈ ടാസ്കുകളുടെ കൂട്ടം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മേജർ വർക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആക്ടിവിറ്റി, ടാസ്ക്, ആക്ഷൻ, അതാണ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള 3 വാക്കുകൾ. സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് ആക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ. അതിന് ടാസ്കിന് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു മൊഡ്യൂൾ മാത്രം എടുത്ത് അതിനെ ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അത് ഒരു ടാസ്കിന് എക്സാമ്പിൾ ആണ്. അതിന് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടാസ്കുകളുടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ ആക്ടിവിറ്റിയും ടാസ്കും ആക്ഷനും കൂടെ കൂടി ചേരുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോസസ് ഫ്രെയിംവർക്ക്. What is a framework? So, framework means it acts as a backbone of every software application. നട്ടല് എന്നൊക്കെ കേട്ടില്ലേ? നട്ടല് അല്ലെങ്കിൽ അടിസ്ഥാനം. എല്ലാ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റുകളുടെയും അടിസ്ഥാനം എന്താണ്? ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ ഈ ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും, അതായത് അത് എത്ര കോംപ്ലക്സിറ്റി കൂടിയ സോഫ്റ്റ്വെയർ ആണെങ്കിലും, എത്ര സൈസ് കൂടിയ സോഫ്റ്റ്വെയർ ആണെങ്കിലും, എത്ര സൈസ് കുറഞ്ഞ സോഫ്റ്റ്വെയർ ആണെങ്കിലും, അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പെർഫോം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേര്, ജനറലി ഇറ്റ് ഈസ് കോൾഡ് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ദേ ആർ കോൾഡ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ആണ് എല്ലാ പ്രൊജക്റ്റുകളുടെയും അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയറുകളുടെയും നട്ടല്, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൻ്റെയും ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികൾ നിങ്ങൾ
കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷൻ ഇങ്ങനെ പറയാം. വി ക്യാൻ ഡിഫൈൻ പ്രോസസ് ഫ്രെയിംവർക്ക് ആസ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ ഫൗണ്ടേഷൻ ഫോർ എ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ് ബൈ identifying a small number of framework activities that are applicable to all software projects regardless of their size or complexity. ഇപ്പോൾ പറഞ്ഞതുപോലെ സൈസോ കോംപ്ലക്സിറ്റിയോ ടൈമോ ഒന്നും നോക്കാതെ എല്ലാ ചെറുതെന്നോ വലുതെന്നോ ഒന്നും നോക്കാതെ എല്ലാ പ്രൊജക്റ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ സെറ്റ് ഓഫ്, ഇപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മളെ സബ്ജക്റ്റിൻ്റെ ഒരു കോർ ഐഡിയ തന്നെയാണ് ഇത് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. പലവട്ടം ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റിൻ്റെ ബേസിക് കോർ ഐഡിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികൾ 5 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികളാണ് ഉള്ളത്. There are 5 framework activities. First one is communication, second one is planning, third one is modeling, fourth one is construction and the last one is deployment. ഈ പേരുകൾ നിങ്ങൾ ക്രമം തെറ്റാതെ കൃത്യമായിട്ട് നിങ്ങൾ പേരുകൾ തെറ്റാതെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെന്റ്. അതിന്റെ സീക്വൻസ് വ്യത്യാസപ്പെടുത്തരുത്. ആദ്യം പോയി പ്ലാനിങ്ങിനും ആദ്യം മോഡലിംഗിനും ഒന്നും എഴുതിയേക്കരുത്. ആദ്യം കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെന്റ് നിങ്ങൾ കറക്റ്റ് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം. അതായത് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ സീക്വൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വലിയൊരു എററായി മാറും. അപ്പോൾ ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികൾ 5 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്ലാനിംഗ് ഉണ്ട്, മോഡലിംഗ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, ഡിപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ അതായത് what is communication means? നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ യൂസറിന് അനുസരിച്ച് യൂസറിന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. യൂസറിന്റെ റിക്വയർമെന്റുകൾ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാക്കി യൂസറിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് യൂസറിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബെസ്റ്റ് വേ ആണെന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബെസ്റ്റ് വേ ടു ഫൈൻഡ് ദി റിക്വയർമെന്റ് ഓഫ് എ യൂസർ. അപ്പോൾ ഈ യൂസർ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, ഈ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അപ്പോൾ അവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്, മീൻസ് അവിടുത്തെ റിക്വയർമെന്റുകൾ എന്താണ്, അവിടുത്തെ ഫെസിലിറ്റീസ് എന്താണ്, ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കുന്ന എന്തിലൂടെയാണ്? കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. കമ്മ്യൂണിക്കേഷൻ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും എഫക്റ്റീവ് ആയിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ ഡെഫിനിഷൻ നിങ്ങളൊന്നുകൂടെ നോക്കുക. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കൊളാബറേറ്റ് വിത്ത് ദ കസ്റ്റമർ. The intent is to understand stakeholders' objective for the project and to gather requirements that help define software features and functions. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതിൻ്റെ എന്താ പറയുന്നത് മാനേജറുമായിട്ട് സൂപ്പർവൈസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ബാക്കിയുള്ള എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. സെക്കൻഡ് വൺ ഈസ് ദ പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു യാത്ര പോകാന്ന് വെച്ചു. യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ യാത്ര വളരെ എളുപ്പമായിരിക്കും, അല്ലേ? അതിലേക്ക് ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിപ്പോഴും ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ ആ മാപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു, നമുക്ക് അത്രയും ടെൻഷൻ ഇല്ല. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിന്റെ കേസിൽ ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ വഴിക്ക് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് വേണം എന്നുള്ളതാണ് ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കി ഇതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. സോ ഇറ്റ്സ് ഡെഫിനേഷൻ ഈസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ടെക്നിക്കൽ ടാസ്ക് ടു ബി കണ്ടക്ടഡ്, ദ റിസ്ക് ദാറ്റ് ആർ likely to be produced and the resources that will be required, the work product and the work schedule. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഇതിനെപ്പറ്റി പ്ലാൻ ചെയ്യണം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം? ടെക്നിക്കൽ ടാസ്കുകൾ, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണം, നമ്മുടെ റിക്വയർമെന്റുകൾ മനസ്സിലാക്കിയതിനു ശേഷം അത് എങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ദെൻ റിസ്കുകൾ,
റിസ്കുകൾ നമ്മൾ സെക്കൻഡ് വണ്ണിൽ റിസ്ക് പറഞ്ഞിട്ടുണ്ട്. റിസ്കുകൾ അതായത് ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതായത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ എന്തൊക്കെ റിസ്കുകൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ മൂന്നാമത്തത് റിസോഴ്സ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസോഴ്സുകൾ നമുക്ക് കിട്ടും, മീൻസ് നേരത്തെ ഡെവലപ്പ് ചെയ്ത പ്രൊജക്ടിന്റെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമോ, ബാക്കിയുള്ള ഈ വേറെ ഏതെങ്കിലും കമ്പനീസിൽ നിന്ന് ഹെൽപ്പ് കിട്ടുമോ, വേറെ ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടുമോ, കോഡിനകത്ത് നിന്ന് റീയൂസബിൾ ആയിട്ടുള്ള കോഡുകൾ നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള റിസോഴ്സുകളുടെ കാര്യങ്ങൾ. ദെൻ ഇതിന്റെ വർക്ക് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്, ദെൻ ഇതിന്റെ വർക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതായത് ഇത്രയും കാര്യങ്ങൾ ഓർക്കുക: ടെക്നിക്കൽ ടാസ്കുകൾ, റിസ്കുകൾ, റിസോഴ്സുകൾ, വർക്ക് പ്രൊഡക്റ്റുകൾ, വർക്ക് ഷെഡ്യൂളുകൾ, ഈ ഇത്രയും കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി പ്ലാൻഡ്. ആൻഡ് ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് സോഫ്റ്റ്വെയർ പ്ലാനിങ്, ഡെവലപ്മെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ദ മോഡലിംഗ്. മോഡലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ സ്കെച്ച് ഫോർ ദി പ്രൊഡക്റ്റ്, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എന്താ പറയുന്ന ഒരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ സ്കെച്ചും പ്ലാനും അല്ലെങ്കിൽ അതിന്റെ സ്കെച്ച് വരയ്ക്കും, പ്ലാൻ വരയ്ക്കും. അപ്പോൾ പ്ലാൻ വരച്ചിട്ട് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറിന്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ഇന്റർഫേസുകളൊക്കെ ഉണ്ടാക്കും. യൂസറിന്റെ റിക്വയർമെന്റുകൾ മനസ്സിലാക്കിയിട്ട് ഇന്റർഫേസ് ഉണ്ടാക്കും. ഇന്റർഫേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മോഡലിംഗ് എന്നറിയുന്നത്, അല്ലേ? നമ്മൾ നിങ്ങൾ പ്രൊജക്ട് ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആദ്യം നമ്മൾ കോഡല്ല ചെയ്യുന്നത്, ആദ്യം എന്താ ചെയ്യുന്നത്, ഇന്റർഫേസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്റർഫേസ് ആണ് എന്ത് ആക്ച്വലി മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം. അപ്പോൾ ആ മോഡലിംഗ് റിക്വയർമെന്റ് മനസ്സിലാക്കി ആ റിക്വയർമെന്റിനനുസരിച്ചുള്ള മോഡലിംഗ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്കെച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തേർഡ് ഫേസിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് മോഡലിംഗ്? മോഡലിംഗ്: എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡസ് ദ മോഡലിംഗ് ബൈ ക്രിയേറ്റിംഗ് മോഡൽസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സ് ആൻഡ് ദ ഡിസൈൻ ദാറ്റ് വിൽ അച്ചീവ് ദോസ് റിക്വയർമെന്റ്. അതായത് കസ്റ്റമർ പറയുന്ന റിക്വയർമെന്റുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു മോഡൽ, ആ മോഡലിംഗ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോഡലിംഗ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ദ കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ്, ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഈ കൺസ്ട്രക്ഷനകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്, കോഡ് ജനറേഷനും പിന്നെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ടെസ്റ്റിംഗും ഉണ്ട്. കോഡ് ജനറേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫേസിനകത്ത് വരുന്നത്. അതായത് ഇത് റിക്വയർമെന്റുകൾ മനസ്സിലാക്കി മോഡൽ ചെയ്ത് അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ കോഡ് എഴുതുന്നു. കോഡ് എഴുതിയാൽ മാത്രം പോലെ അതിനെന്ത് ചെയ്യുന്നു, എറർ ഫ്രീ ആയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് എറർ ഫ്രീ ആക്കി ഇത് റൺ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസിനകത്ത് ഉപയോഗിക്കുന്നത്. പേരിനകത്ത് തന്നെയുണ്ട്, അത് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കോഡ് ജനറേഷനും ടെസ്റ്റിംഗും കമ്പൈൻ ചെയ്യുന്നതാണ് കൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ദ ഡിപ്ലോയ്മെന്റ്. ഡിപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ, ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ടു കസ്റ്റമർ, അതാണ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ചില സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു പാർഷ്യലി കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ യൂസറിനെ വിളിച്ച് കാണിക്കും. യൂസറിനെ വിളിച്ച് കാണിച്ച് അവരുടെ ഫീഡ്ബാക്ക് തരും. ഫീഡ്ബാക്ക് തരുമ്പോഴാണ് യൂസർ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ഓരോരോ പ്രശ്നങ്ങളും അതിനകത്ത് അഡീഷൻസും ഡിലീഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയുന്നത് അതനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മൊത്തം ഡെവലപ്പ് ചെയ്തതിന് ശേഷമല്ല യൂസറെ വിളിച്ച് കാണിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില നല്ല പ്രൊജക്റ്റുകളൊക്കെ ആണെങ്കിൽ അത് യൂസർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യും, യൂസറിനെ വിളിപ്പിച്ച് റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തി, നമ്മൾ കുറെ സിലബസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് പഠിക്കും. റിവ്യൂ മീറ്റിംഗ് ഒക്കെ നടത്തി യൂസറിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെന്താണ്, കസ്റ്റമറെ വിളിച്ച് മീൻസ് അത് കൊടുക്കുന്നതിന് മുമ്പ് കസ്റ്റമറുടെ അഭിപ്രായം അല്ലെങ്കിൽ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് തേടുക എന്നുള്ളതും, പിന്നെ ആ ഫീഡ്ബാക്ക് തേടി ആ ഫീഡ്ബാക്കിനനുസരിച്ച് ആ പ്രൊഡക്റ്റിനെ എന്താണ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതുമാണ് ഈ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐഡിയയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഫേസ് ആക്ടിവിറ്റികളുടെ പേരുകൾ നിങ്ങൾ സീക്വൻസ് തെറ്റാതെ ഓർക്കുക. ഏതൊക്കെയായിരുന്നു? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്ലാനിംഗ് ഉണ്ട്, മോഡലിംഗ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, ഡിപ്ലോയ്മെന്റ്. ഇത്രയും ഫ്രെയിംവർക്ക് ആക്ടിവിറ്റികൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, വാട്ട് ആർ ദ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്. ഈ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പേരുകൾ തെറ്റാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണുന്നു. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്താണെന്നുള്ളത് പറയും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിന്റെ ഈ പവർ പോയിന്റ് പ്രസന്റേഷന്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ
അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ ഇന്ററാക്റ്റീവ് സെക്ഷനിൽ നിങ്ങൾ പറയുക. എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് ക്ലിയർ ആക്കി തന്നോളാം. ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. മനസ്സിലാകാത്തുണ്ടെങ്കിൽ 2-3 വട്ടം വീഡിയോ കേട്ടാലും കുഴപ്പമില്ല, എത്ര തവണ കേട്ടാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, താങ്ക് യു.